ഇന്നലെ ധനുഷ് നായകനായിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഒരു തെലുങ്കു സിനിമയായിട്ടുള്ള കുബേരയുടെ ഒരു ഗ്ലിംസോ ടീസറോ മറ്റോ റിലീസായിട്ടുണ്ടായിരുന്നു. ഞാൻ റിലീസായെന്ന് കണ്ടു, ഞാൻ അന്ന് അത് കണ്ടിട്ടില്ല. അടുത്ത് നേരെ വാച്ച് ലേറ്റർ ലിസ്റ്റിലേക്ക് കയറ്റി വിട്ടു. നമുക്ക് റിയാക്ട് ചെയ്യണമല്ലോ, അതുകൊണ്ട് തന്നെ അത് ഞാൻ മനഃപൂർവ്വം കാണാതെ മാറ്റി വെച്ചിരിക്കുകയാണ്. എന്തായാലും അത് നമുക്ക് കണ്ടതിന് ശേഷം എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളതെന്നുള്ളത് നോക്കാം. ധനുഷിൻ്റെ ഇതിന് മുമ്പ് ഇറങ്ങിയ സിനിമ ഏതായിരുന്നു? ധനുഷ് ഡയറക്റ്റ് ചെയ്തൊരു സിനിമയായിരുന്നു, യെസ്, റായൻ. അത് കഴിഞ്ഞിട്ട് നിലാവക്ക് എന്മേൽ എന്നടി കോവും എന്ന് പറയുന്ന സിനിമയാണ് പുള്ളി ഡയറക്റ്റ് ചെയ്തത്. അതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടില്ല. അപ്പോൾ പുള്ളിയുടേതായിട്ട് റിലീസാകാൻ പോകുന്ന അടുത്തൊരു സിനിമയാണ് കുബേര എന്ന് പറയുന്നത്. തെലുങ്കിലാണ് സിനിമ. രാഷ്മികയുണ്ട്, നാഗാർജുനയുണ്ട് എന്നൊക്കെ ഞാൻ കുറച്ച് പോസ്റ്റേഴ്സിലൊക്കെ കണ്ടിരുന്നു. സോ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് ടീസർ കണ്ടിട്ട്, ടീസറാണോ ഗ്ലിംസാണോ അത് കണ്ടിട്ട് നമുക്ക് റിയാക്ട് ചെയ്യുക. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. വെൽക്കം ടു സിനിപിടിക. സോ ലെറ്റ്സ് റിയാക്ട്. ഓക്കെ, ഹയറോ പരസ്യം കഴിഞ്ഞില്ലേ? നാഗാർജുന, ഹെലികോപ്റ്റർ, ഫ്ലൈറ്റ്, ഫ്ലാറ്റ്, പൈസ. ഹരീഷ് പേരാടി ഉണ്ട് കേട്ടോ. പുള്ളി ഇപ്പം മിക്ക ലാംഗ്വേജിലുണ്ട്. നാഗാർജുനയിലുള്ള പോകുന്ന ധനുഷ് ഗസ്റ്റാ അന്നു. തോട്ടാത്തരണി പ്രൊഡക്ഷൻ ഡിസൈൻ. నాది ఆట నాది మాట పక్క చోటు నాది ఆట నాది బరువు నాది బతుకులకే బతుకు నాది 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 నాదే ఈ లోకమంతా. DSP ആണ്. ഓക്കെ, alam na ఉన్నది కేవలం ఉన్నది ఇక్కడ రాజుతుంది నీ కోటకు అంటుకుంది ఇక్కడ రాజుతుంది నీ కోటకు అంటుకుంది. കുബേര എന്താ അവസാനത്തെ ഷോട്ട് തന്നെ അങ്ങനെ സംഭവം നല്ല രസമുണ്ട്. DSPയുടെ മ്യൂസിക്കാണ്. സൂപ്പർ ഒരു ഇനി തീരാനുണ്ടല്ലോ. ഇനി എൻ്റെ അതിലൊന്നുമില്ല. സൂപ്പർ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഡയറക്ടറിൻ്റെ പേര് ഞാൻ വായിച്ചില്ല. എന്തായിരുന്നു ഡയറക്ടറിൻ്റെ പേര്? ശേഖർ കമുല എന്നാണ് ഡയറക്ടറിൻ്റെ പേര്. പ്രൊഡക്ഷൻ ഡിസൈനർ തോട്ടാത്തരണിയാണ്. അപ്പോൾ സംഗതി ഒരു പിച്ചക്കാരനായിട്ടുള്ള ഒരാളെ പിടിച്ച് ഒരു പൊസിഷനിലേക്ക് എത്തിക്കുന്നു. തുടർന്ന് ഉണ്ടാകുന്ന സ്ട്രഗിൾസ് കാര്യങ്ങളൊക്കെ ആയിരിക്കണം മെയിനായിട്ട് പറയാൻ പോകുന്നത്. കുബേര എന്ന് പറയുന്നത് തന്നെ പേര് തന്നെ മനസ്സിലായല്ലോ. കുബേരൻ പൈസ ഉണ്ടാക്കുന്ന സംഭവമാണ്. ഇപ്പം നാഗാർജുന ഒരു ബാക്ക് ഷോട്ടിൽ നിന്ന് തന്നെ കാണിച്ചിരുന്നു കുറേ പൈസയൊക്കെ അവിടെ ഇരിക്കുന്നത്. സോ പുള്ളി ഇല്ലീഗൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അതോ പുള്ളി ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ പിടിച്ചിട്ട് അത് കവറപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരാളാണോ ധനുഷ് എന്നൊക്കെ ഉള്ളത് കണ്ടറിയാം. ഞാൻ ഇത്രയ്ക്കൊരു സംഭവമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം കുബേരയുടെ ഫസ്റ്റ് പോസ്റ്ററും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പുള്ളി ഒരു പിച്ചക്കാരൻ ലുക്കൊക്കെ ആയിരുന്നുകൊണ്ട് ഞാൻ കരുതി ഒരു സ്ലോ പേസിൽ ആക്ടിങ് ഡ്രിവൻ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ധനുഷിൻ്റെ വേറൊരു സംഭവമായിരിക്കാം ചെയ്യാൻ പോകുന്നതാണ്. പക്ഷേ ഇത്രയും വലിയ റിച്ച് ആയിട്ടുള്ള സംഭവം കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ഇപ്പോൾ ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. റിലീസ് ഡേറ്റോ കാര്യങ്ങളോ ടൈമോ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്തായാലും പ്രതീക്ഷിച്ചിരിക്കാം. ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ടീസറല്ലായിരുന്നു ഇത്, എന്തായിരുന്നു കണ്ടതെന്ന് പോലും ഞാൻ നോക്കിയില്ല. എന്തായിരുന്നു ടീസർ. അപ്പോൾ ടീസർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദ ട്രാൻസ് ഓഫ് കുബേര എന്നാണ് അതിൻ്റെ മെയിൻ ഹെഡിങ് അല്ല, ട്രാൻസ് ഓഫ് കുബേര. അപ്പോൾ ആ ടീസർ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ റിയാക്ഷൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.